ഫവാസെ, സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാവേണ്ടി വരുന്നവരുടെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. എപ്പോഴും നമ്മൾക്ക് ഒരു നെടുംതൂണായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മീഡിയാസ് വേണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയക്കെതിരെ സോഷ്യൽ മീഡിയ യൂസേജിന്റെ കുറച്ച് മാനദണ്ഡങ്ങൾ വരണമെന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് മരണ വീട്ടിൽ പോലും സലീംകുമാറിന്റെ മകൻ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മരണ വീട്ടിൽ പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ മരിച്ചു കിടക്കുന്ന ആളെ പോലും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, മരിച്ചു കിടക്കുന്ന ആൾ വരെ എഴുന്നേറ്റ് വന്ന് അടിക്കേണ്ട രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കുറെ വ്ളോഗേഴ്സ്, സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. അത്തരത്തിൽ ഇരയാക്കപ്പെട്ട കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മന്ത്രിക്ക് പോലും ഇവിടെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. മന്ത്രി ബിന്ദുവിന്റെ ശരീരം സൂം ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചതിനെതിരെയൊക്കെ മന്ത്രി തന്നെ പുറത്തു വന്ന് നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഒരു മന്ത്രിക്ക് പോലും രക്ഷയില്ലാത്ത നാടായി കേരളം മാറുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല, ഈ നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യ മൊത്തം, ബാക്കി രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇന്ത്യയിൽ ഈ സാധനം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ചാനലുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നീലക്കുയിൽ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ ചാനലുണ്ട്. ഇവരുടെയൊക്കെ കണ്ടന്റ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഏതെങ്കിലും നടിമാർ കാലിൽ നിന്ന് എണീക്കുന്നു, അല്ലെങ്കിൽ അവർ കാല് വെച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ അവരെല്ലാം എടുക്കുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി ഇവരെ ചെയ്തത് എന്ത്, ഇതൊക്കെ ആയിരിക്കും ഇവിടെ കണ്ടന്റ് സാധനം തന്നെ കൊടുക്കുന്നത്. അപ്പം ഉള്ളിലൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഒന്നും അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ആൾക്കാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സ്പൈസി സാധനങ്ങൾ കുത്തി നടക്കുന്നു എന്നുള്ളത്. പിന്നെ ഇക്കാലത്ത് മോജോ എല്ലാവർക്കും മൊബൈൽ ജേർണലിസ്റ്റ് ആണല്ലോ, മൊബൈലുള്ള എല്ലാവരും ഈ പറഞ്ഞ പോലെ മൊബൈൽ ജേർണലിസ്റ്റ് ആയി കഴിയും. ഇതിപ്പോൾ 2014 മുമ്പേ ആണെങ്കിൽ ഇത്ര തരത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഒന്നും വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ ട്വിറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും അത്തരത്തിൽ വലിയ യൂസ് ഇല്ല. ഇപ്പോൾ ഈ വാട്സപ്പ് കൂടി വന്നതോടുകൂടി യൂട്യൂബിൽ ഡാറ്റ ഫ്രീ ആയിട്ട് കിട്ടാമെന്നത്, ജിയോയുടെ വരവോടുകൂടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവർക്ക് അനേഷ്ടം കൊടുക്കാൻ പറ്റുന്ന. കാരണം അൺലിമിറ്റഡ് 5G ഒക്കെ ഇപ്പോൾ ജിയോ കൊടുക്കുന്നത് 350 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും ഇപ്പോൾ ജേർണലിസ്റ്റായി മാറി. മൊബൈലുണ്ട്, പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. യൂട്യൂബ് ആയതുകൊണ്ട് പിന്നെ സമ്പാദിക്കാനും എളുപ്പമാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു വ്യക്തിയുടെ അവരുടെ പേഴ്സണൽ ജീവിതത്തിലോട്ട് കടന്നു കയറുന്നു എന്നുള്ളൊരു സാധനമാണ്. അവരുടെ മീൻസ് എന്താ പറയുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവർ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും സൂം ചെയ്യുന്നു. ഇത്തരത്തിലെല്ലാം എന്താ പറയുക, അതപ്പതിച്ച് പോയെന്നല്ല, അതപ്പതിച്ച് അധമഭാവ തലങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഇവരൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് പോയിട്ട്. സ്ത്രീകൾ ചിലപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ താങ്ങാൻ ശേഷിയുള്ളവരായിക്കൊള്ളുന്നില്ല. ശരിയാണ്. ഇപ്പൊ ഈ പുറമെ കാണുന്ന പോലെ ചിലപ്പോൾ പ്രതികരിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ മുന്നിൽ അങ്ങനത്തെ ഒരു ഫോട്ടോ വരുമ്പോൾ നമ്മൾ നോർമലി നിൽക്കുന്നതായിരിക്കും. എപ്പോഴെങ്കിലും ഒന്ന് തുമ്മുമ്പോ അല്ലെങ്കിൽ ഒന്ന് കുനിയുമ്പോ ഉള്ള കാര്യങ്ങളൊക്കെ സൂം ചെയ്തെടുക്കുന്നതൊക്കെ അങ്ങേറ്റവും വൃത്തികേടാണ്. ഇതിനെതിരെ ശരിക്കും നിയമ നടപടി, ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരണം. നോക്കിയാ കണ്ണ് കുത്തിയെടുക്കുന്ന രാജ്യമായിരിക്കണം. അത്തരം നിയമങ്ങൾ വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ എടുത്ത് ഒരു വൾഗറായിട്ടുള്ള ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണത്. അത് ഓക്കെ, അങ്ങനെ അത്തരക്കാരെ ഞാൻ മാറ്റി നിർത്തി. പക്ഷെ അത്തരക്കാരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോർമൽ മര്യാദക്കുള്ള ഇതിലിരിക്കുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ വന്നു പോകുന്ന എന്തെങ്കിലും ഒന്ന് സാരിയുടെ തലപ്പ് മാറിയാലോ ഷോളൊന്ന് മാറിപ്പോയാലോ അതുവരെ സൂം ചെയ്തെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ ഇവർക്ക് കിട്ടുന്നത് റീച്ചാണ്. പക്ഷെ അപ്പുറത്ത് അവർക്ക് കുടുംബമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താക്കൾ, അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെയുള്ള ഒരു കുടുംബത്തിനകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഒരുപാട് മോശമായിട്ട് തന്നെ എഫക്ട് ചെയ്യും. അതിപ്പോ ഒരു മന്ത്രിക്ക് പോലും, മന്ത്രിയുടെ അവസ്ഥ അത് കണ്ടു, പുറകെ നിൽക്കുന്ന ആള് പറഞ്ഞു, അതിനുശേഷം അവരെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടു. എപ്പോഴെങ്കിലും പുറത്ത് ഇവര് പ്രചരിപ്പിക്കില്ല എന്ന് വിചാരിച്ച ഭാഗങ്ങൾ, ഒരാളുടെ തല വേണ്ട, മുഖം കാണാണ്ട് ശരീരം മാത്രം എടുക്കുന്ന വീഡിയോ ആയിട്ട് എടുക്കുന്ന അത്തരം ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ട് ഇവിടെ. ഇപ്പോൾ കഴിഞ്ഞ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ പറയുന്ന മഞ്ജു വാര്യർ വി ഡി സതീശൻ, അതായത് മുഖ്യമന്ത്രി കൂടി ഇരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ട് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇത്തരം സോഷ്യൽ മീഡിയ ബുള്ളിങ്, അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ അനുവാദമില്ലാണ്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് ഇത്തരം പ്രചരിപ്പിക്കുന്ന ഇത്തരം യൂട്യൂബേഴ്സിന് വിലങ്ങിടണം, അതിനെതിരെ നടപടി സ്വീകരിക്കണം. അത്തരം കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന മോശം അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അവര് ഒരു നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവര് പോലും പറഞ്ഞു വെക്കുന്നത് ഇതിൽ നിന്നൊരു രക്ഷ വേണം. മുഖ്യമന്ത്രിക്ക് മുന്നിൽ അത്തരം ഒരു ആവശ്യം അവർ ഉന്നയിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ കേൾക്കാണ്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഒരുപാട് മെയിൻ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇതും നമ്മൾ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നതും, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും നേരെ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. ആ കാരണമായിട്ട് സത്യാവസ്ഥയില്ലാത്തൊരു വാർത്ത പ്രചരിപ്പിക്കുക,
ഒരു ശരീരഭാഗം പ്രദർശിപ്പിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ബുള്ളിങ് നടത്തുക എന്നൊക്കെ പറയുന്നത് മോശം കാര്യമാണ്. ഇതിനെതിരെ ശരിക്കും വി.ഡി. സതീശൻ ഏറ്റവും പെട്ടെന്ന് ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ കർശനമായിട്ടൊരു നിയമം കൊണ്ടുവരേണ്ട ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്നീ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ യൂട്യൂബ് പോളിസി ഒക്കെ വരുന്നത് പിന്നെ ഇന്റർനാഷണൽ തലത്തിലാണ്. പക്ഷെ അത് ഇന്ത്യയിലൂടെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ സെൻസർഷിപ്പും അല്ലെങ്കിൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ ലൈസൻസിന് കൊണ്ട് ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ലൈസൻസ് ഏർപ്പാടാക്കിയിട്ട് അത്തരത്തിൽ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ചോദിച്ചാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പേഴ്സണൽ യൂട്യൂബ് നമുക്ക് അക്കൗണ്ട് ഉണ്ടാകും, നമുക്ക് വീഡിയോ കാണാം, അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു എന്ത് വേണമെങ്കിലും, അത്തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് പരിമിതികളുണ്ട്. സ്റ്റേറ്റിന് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നോക്കേണ്ടത് കേരളത്തിന്റെ നമ്മളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നിയമത്തിന്റെ എന്ത് സാധ്യതയാണുള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇത് ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ്ങിന് ഇരയാവുന്ന ഒരുപാട് പേരാണ് ഓരോ ദിവസവും ഉള്ളത്. ഇപ്പൊ കുറെ പേര് സെലിബ്രിറ്റീസ് ആയിട്ട് മനഃപൂർവ്വം സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് അവരുടെ ഇഷ്ടത്തിന് അവർ പ്രദർശിപ്പിക്കുന്നതാണ്. പക്ഷെ ഒരു ബന്ധവും ഇല്ലാണ്ട് ഏതോ ഒരു ആംഗിളിൽ നിൽക്കുമ്പോൾ ഉള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എക്സാജറേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ കുടുംബം തന്നെ ഒരുപാട് പേര് ഇതിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ഇത് മാത്രമല്ല ഇപ്പൊ സിനിമയിൽ തന്നെ ഇപ്പം ഇത്തരത്തിലുള്ള പിന്നെ ആക്ടിംഗ് ഒന്നും ആയിരിക്കില്ല, വേറെ സന്ദർഭത്തിലായിരിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്തു, അത് കട്ട് ചെയ്ത് മാറ്റി അതിനെ എക്സ്ട്രീം സൂം ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു, അപ്പോൾ അത്രയും സ്ലോ മോഷനിലിടുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ റീച്ച് ഉണ്ടാക്കുന്നതും അത് യൂട്യൂബിലിടുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് വേറൊരു ഇത് വേണമെന്നില്ല. പണ്ടൊക്കെ സിനിമ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പെർമിഷൻ എടുക്കണം, ലൈസൻസ് എടുക്കണം, അത് കാസ്റ്റാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കണം, ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് ലൈസൻസും കാര്യങ്ങളും നടക്കും. ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഉണ്ട്. എല്ലാവർക്കും ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ ആരും TV പോലും ഇപ്പോൾ കാണാൻ നിൽക്കുന്നില്ല, എല്ലാവരും മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ എല്ലാം കൊണ്ട് സൗകര്യം ചെയ്തപ്പം ഇത്തരത്തിലുള്ള അതിരി വിട്ട് ഇവർ കിടക്കുന്നു എന്നുള്ള സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് സതീശൻ്റെ കാര്യം. കാരണം അദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ലോ മിനിസ്റ്ററും അദ്ദേഹം തന്നെയാണ്, നിയമം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്, മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ട അദ്ദേഹമാണ്. പിന്നെ അതിലുപരി കേന്ദ്ര സർക്കാരിന് വിഷയമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞത് കേരളത്തിലെ 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. പക്ഷേ കേരളത്തിന് അപ്പുറത്തോട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ വേറെ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പം ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളും ഉണ്ടാവും. ഓൾ ഓവർ ഇന്ത്യയിൽ ഈ സാധനം നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്രം തന്നെ ഡയറക്റ്റ്ലി ഇടപെട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷെ അതിലുപരി ഇതിപ്പോൾ നിലവിൽ ചർച്ചാ വിഷയമാവുന്നത് കേരളത്തിലുള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോ മിനിസ്റ്റർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അതുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു.